ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ്. ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ ക്യാൻസറിന് വേണ്ടിയിട്ട് മന്ത്ലി ഓഗസ്റ്റ് കറണ്ട് ഫീലിങ്സിൻ്റെ റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കണേ. അപ്പോൾ ഇത് നിങ്ങളുടെ സൺ സൈൻ, മൂൺ സൈൻ, അസെൻഡൻറ്റ് സൈൻസിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങളുടെ സൺ സൈൻ, മൂൺ സൈനിൽ വെച്ച നക്ഷത്ര ബേസിസിൽ ക്യാൻസർ സൈൻ എവിടെയെങ്കിലും ഉണ്ടെച്ചാൽ നിങ്ങൾക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് കാണാം. അതല്ലാണ്ട് നിങ്ങളൊരു ക്യാൻസർ പേഴ്സൻ്റെ കൂടെ ഡീൽ ചെയ്യേണ്ട വെച്ചാൽ, ക്യാൻസേറിയൻ്റെ കൂടെ ഡീൽ ചെയ്യേണ്ട വെച്ചാൽ നിങ്ങൾക്ക് ഈ വീഡിയോ കാണാം. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. എല്ലാവർക്കും എല്ലാ മെസ്സേജസ് റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങളിത് വേറെ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോസിനെ കമൻറ്റ് ചെയ്യുക. വീഡിയോസിൽ ഇത് ചെയ്യുമ്പോഴാണ് എനിക്ക് നിങ്ങളുടെ എനർജീനെ ടാപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. എനർജി ടാപ്പ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ വീഡിയോസ് റെസൊനേറ്റ് ആവുക. അപ്പോൾ ഇത് ചെയ്യാൻ മറക്കരുത്. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, കോമെൻറ്റ്. അതല്ലാണ്ട് പേഴ്സണലായിട്ട് റീഡിങ്സ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യണം വെച്ചാൽ നിങ്ങൾക്ക് ചെയ്യാം. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്, പക്ഷേ അത് നിങ്ങളുടെ സിറ്റുവേഷൻ്റെ ബേസിസിലാണ്. അപ്പോൾ അത് കൂടുതൽ റെസൊനേറ്റ് ചെയ്യും. ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ കോൺടാക്റ്റ് ചെയ്യുക. എൻ്റെ എല്ലാം കോൺടാക്ട് ഡീറ്റെയിൽസ് സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അതല്ലാണ്ട് ഇൻസ്റ്റഗ്രാമിലും ഞാൻ കുറേ ആക്റ്റീവാണ്. അവിടെയും നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നെ ഫോളോ ചെയ്യാം. ഇൻസ്റ്റഗ്രാമിൽ ഞാൻ ചില സമയത്ത് എക്സ്ട്രാ ബോണസ് ഓഫേഴ്സൊക്കെ ഇടാറുണ്ട്. അപ്പോൾ അതിനെ അവെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ അവിടെ ഫോളോ ചെയ്യാം. എൻ്റെ ചാനലിൻ്റെ മെമ്പർഷിപ്പ് ലിങ്കും ഡിസ്ക്രിപ്ഷനിലിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ ചാനലിൽ മെമ്പർ ആവണം വെച്ചാൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പോയിട്ട് ലിങ്ക് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇതാണ് എൻ്റെ ഡീറ്റെയിൽസൊക്കെ. നമ്മൾക്കിപ്പോൾ ക്യാൻസറുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. നിങ്ങളുടെ ഫീലിങ്സ്, നിങ്ങളുടെ പേഴ്സൻ്റെ ഫീലിങ്സ്, ഫ്യൂച്ചർ ഔട്ട്കം എന്തായിരിക്കും, ഈ റിലേഷൻഷിപ്പിൽ അവരെന്താണ് ആക്ഷൻ എടുക്കാൻ പോണത്, ഇതൊക്കെയാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോണത്. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. അപ്പോൾ ക്യാൻസർ നിങ്ങളുടെ എന്താണ് മെസ്സേജസ് വരണമെന്ന് നമ്മൾക്ക് നോക്കാം. നിങ്ങളുടെ ഓവറോൾ എനർജി ഹാങ്ഡ് മാൻ ആണ്. നിങ്ങളുടെ പേഴ്സൻ്റെ ഓവറോൾ എനർജി പേജ് ഓഫ് വാൻഡ്സ്. നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് കറൻറ്റ് സിറ്റുവേഷൻ, ഇപ്പോഴത്തെ കറൻറ്റ് സിറ്റുവേഷൻ നിങ്ങളുടെ 3 ഓഫ് കപ്സ് ആണ്. നിങ്ങളുടെ കറൻറ്റ് ഫീലിങ്സ് ഈ പേഴ്സണിന് വേണ്ടിയിട്ട് ചാരിയറ്റ്. ഈ പേഴ്സൻ്റെ ഫീലിങ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് 6 ഓഫ് വാൻഡ്സ്. നിങ്ങളുടെ ഇൻറ്റൻഷൻ ഈ റിലേഷൻഷിപ്പിൽ 9 ഓഫ് വാൻഡ്സ്. ഈ പേഴ്സൻ്റെ ഇൻറ്റൻഷൻ ഇവിടെ ഡെത്ത്. ഫ്യൂച്ചർ ആക്ഷൻ നിങ്ങൾ എടുക്കാൻ പോണത് 7 ഓഫ് പെൻറ്റക്കിൾസ്. ഈ പേഴ്സൻ്റെ ഫ്യൂച്ചർ ആക്ഷൻ ഏസ് ഓഫ് സോർഡ്സ്. ഔട്ട്കം നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിൻ്റെ ഈ കാർഡാണ്. അപ്പോൾ ഇവിടെ ഞാൻ കാണുന്നത് ഹാങ്ഡ് മാൻ ആണ് നിങ്ങളുടെ ഓവറോൾ എനർജി. ഇതൊരു സ്റ്റാഗ്നേഷൻ്റെ എനർജിയാണ്. ആക്ച്വലി ഒരു കുറച്ചൊരു നിങ്ങൾ സമയം ഈ പേഴ്സൻ്റെ അടുത്ത് നിന്ന് ഒരു ബ്രേക്ക് എടുത്തിട്ട് നിങ്ങളൊരു ഡിസിഷൻ എടുക്കാൻ പോകുന്നുണ്ട്. അങ്ങനത്തെ ഒരു എനർജിയാണ് ഹാങ്ഡ് മാൻ. പൈസീസ് എനർജിയാണ്. ഈ പേഴ്സണും നിങ്ങളുടെ ഇടയ്ക്ക് മുമ്പേയും എന്തോ ഒരു ഹിസ്റ്ററി ഉണ്ട്. പറഞ്ഞാൽ നിങ്ങൾ രണ്ടാളും മുമ്പേയും ഒരു റിലേഷൻഷിപ്പിലായിരുന്നു, അല്ലച്ചാൽ ഫ്രണ്ട്സ് ആയിരുന്നു. എന്നുവെച്ചാൽ നിങ്ങൾക്ക് എന്തോ ലെറ്റ് ഗോ ചെയ്യേണ്ടി വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തോ സമയം എടുക്കുന്നുണ്ട് ഹീൽ ചെയ്യാൻ. ഓക്കെ, ഹാങ്ഡ് മാൻ എന്താണ് ഇവിടെ? അപ്പോൾ ഒരു കുറച്ചൊരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലായിരുന്നു നിങ്ങൾ. ഈ പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ തിരിച്ചു വരണ എനർജി കാണാണ്ട് ഈ പേഴ്സൺ ഒരു ഓഫർ കൊണ്ടുവരുന്നുണ്ട്. അതല്ല ചെയ്തൊരു പുതിയ പേഴ്സണും ആവാം. ഇവിടെ ഒരു പുതിയ ഓഫർ ഉണ്ട്. ഞാൻ കാണുന്നത് ഒരു റിലേഷൻഷിപ്പിൻ്റെ ഓഫർ, ഒരു പുതിയ ബിഗിനിങ്. നൈറ്റ് ഓഫ് വാൻഡ്സ്, ഫയർ സൈൻ, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്. ഈ പേഴ്സൺ പക്ഷേ കുറേ നിങ്ങളുടെ ലൈഫിൽ ഒരു സ്റ്റേബിൾ പേഴ്സൺ ആയിരുന്നില്ല. അവർ മുമ്പും നിങ്ങളുടെ ലൈഫിൽ കുറേ ഇൻ ആൻഡ് ഔട്ട് ആയിരുന്നു. ഇപ്പോൾ തിരിച്ച് അവർ നിങ്ങളുടെ ലൈഫിൽ വരണു ആൻഡ് ഇവിടെ ഒരു ഓഫർ കൊണ്ടുവരുന്നുണ്ട്. ഇപ്പോൾ ഈ പേഴ്സൻ്റെ ഓവറോൾ എനർജി പേജ് ഓഫ് വാൻഡ്സ് ആണ്. ഇവർ നിങ്ങൾക്ക് എന്തോ ഒരു മെസ്സേജ് അയക്കുന്നുണ്ട് ഈ മാസം. സ്റ്റാർ എനർജി ഉണ്ട്, എക്വേറിയസ് എനർജി, ആൻഡ് ഇവിടെ ഉണ്ട് കിങ് ഓഫ് കപ്സിൻ്റെ എനർജി. അപ്പോൾ ഒരു വാട്ടർ സൈൻ കാണാണ്ട്, പൈസീസ്, കാൻസർ, സ്കോർപ്പിയോ. ഈ പേഴ്സൺ ആക്ച്വലി കുറേ മുമ്പേ അവരുടെയും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അത്ര ഒരു മെച്ചോറിറ്റി ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഞാൻ കാണുന്നത് ഈ പേഴ്സൺ ഇപ്പോൾ കുറേ മെച്ചോർഡ് ആയിരിക്കണു. അപ്പോൾ ഇത് നിങ്ങളുടെ
ഒരു പാസ്റ്റ് ഫ്രണ്ട് ആയിരിക്കാം, ഇല്ലെങ്കിൽ നിങ്ങളുടെ സ്കൂളിൽ നിങ്ങൾ മീറ്റ് ചെയ്തിട്ട് ഇപ്പോൾ കുറേ സമയം കഴിഞ്ഞിട്ട് നിങ്ങൾ ആദ്യം റീകണക്ട് ചെയ്യണ എനർജി, അങ്ങനെയും ആവാം. എന്നുവെച്ചാൽ ഈ പേഴ്സൻ്റെ എനർജിയിൽ കുറേ ഗ്രോത്ത് ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ രണ്ടാളുടെയും എനർജി കുറേ ഡെവലപ്പ് ആയിട്ടുണ്ട്. ഓക്കെ, നിങ്ങളും ഈ പേഴ്സണും നിങ്ങൾ ടച്ചിലായിരുന്നു, പക്ഷെ ഒരു കോൺസ്റ്റൻറ്റ് ടച്ച് ആയിരുന്നില്ല. മേ ബി ചില സമയത്ത് മെസ്സേജസ് ഉണ്ടാവും, പിന്നെ മെസ്സേജസ് ഉണ്ടാവില്ല, അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പ് ലെവലിലായിരുന്നു. പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ കുറച്ച് ചേഞ്ച് ആവുന്നുണ്ട്. ഈ കറൻറ്റ് സിറ്റുവേഷൻ നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് 3 ഓഫ് കപ്സ് ആണ്. അപ്പോൾ 3 ഓഫ് കപ്സ് ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ എനർജിയാണ്. പക്ഷേ ഇവിടെ നിങ്ങൾ രണ്ടാൾക്കും ഇപ്പോൾ കുറച്ച് ഫീലിങ്സ് ഡെവലപ്പ് ആയിട്ടുണ്ട്. എന്താണ് ഈ 3 ഓഫ് കപ്സ്? അപ്പോൾ ഇവിടെ 8 ഓഫ് കപ്സ് ഉണ്ട് ആൻഡ് ഡെവിൽ എനർജി ഉണ്ട്. ഡെവിൽ എനർജി കാപ്രിക്കോൺ എനർജിയാണ്. 8 ഓഫ് കപ്സ് ഒരു ഇമോഷണൽ ഡിറ്റാച്ച്മെൻറ്റിൻ്റെ എനർജിയാണ്. ഡെവിലിൻ്റെ കൂടെ 3 ഓഫ് കപ്സ് വരുമ്പോൾ ഇവിടെ ഒരു തേർഡ് പാർട്ടി ഉണ്ട്. ഓക്കെ, അതായിരിക്കാം റീസൺ, മുമ്പും അതായിരിക്കാം റീസൺ നിങ്ങൾ ഒരുമിച്ച് വരാത്തത്. ഇപ്പോഴും ആ റീസൺ തന്നെയാണ് ഞാൻ ഇവിടെ കാണുന്നത്. ഓക്കെ, എന്തോ ഇവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്. അതിൻ്റെ കാരണമായിരിക്കാം നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് മുമ്പേയും ഒന്നും ഒരു ക്ലിക്ക് ആവാത്തത്. ഇപ്പോൾ ചാരിയറ്റ് എനർജിയാണ് നിങ്ങളുടെ ഫീലിങ്സ് ഈ പേഴ്സണിന് വേണ്ടിയിട്ട്. നിങ്ങൾക്ക് ആക്ച്വലി ഇവിടെ നിങ്ങളൊരു ചോയ്സാണ് എടുക്കുന്നത്. ചാരിയറ്റ് നിങ്ങളുടെ തന്നെ എനർജിയാണ്, ക്യാൻസർ എനർജി. ചാരിയറ്റ് എനർജി എന്താണ് ഇവിടെ കാണുന്നത്? അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ക്ലിയർലി ഒരു ചോയ്സ് ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ സിംഗിൾ ആണ്, ഇൻഡിപെൻഡൻ്റ് ആണ്, അതല്ല വെച്ചാൽ നിങ്ങൾ മാരീഡ് ആണ് വെച്ചാൽ ഇവിടെ നിങ്ങൾക്കൊരു ചോയ്സാണ് എടുക്കേണ്ടത്. ഈ പേഴ്സൻ്റെ കൂടെ ഒരു ഫ്യൂച്ചർ ഉണ്ടോ ഇല്ല വെച്ചാൽ പുതിയ റിലേഷൻഷിപ്പിലാണോ എനിക്ക് ഫോക്കസ് ചെയ്യേണ്ടത് ഇപ്പോൾ, അങ്ങനെ ഒരു ചോയ്സ് ഉണ്ട് നിങ്ങളുടെ മനസ്സിൽ. ഈ പേഴ്സൻ്റെ അതുമാത്രമല്ല, നിങ്ങൾക്ക് ഈ പേഴ്സൻ്റെ കൂടെ ഒരു സ്ട്രോങ് കണക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടെ നിങ്ങളുടെ ലൈഫിലൊരു ചോയ്സ് ഉണ്ടാവും, ഇല്ല വെച്ചാൽ ഈ പേഴ്സൻ്റെ ലൈഫിൽ എന്തോ ഒരു ചോയ്സ് ഉണ്ട് ഉണ്ടാക്കാൻ. എന്നുവെച്ചാൽ ഇവിടെ ഒരു തേർഡ് പാർട്ടി ഉണ്ട്. ഇപ്പോൾ ആ തേർഡ് പാർട്ടി നിങ്ങളുടെ സൈഡിലാണോ ഇവരുടെ സൈഡിലാണോ അത് ഇപ്പോൾ പറയാൻ പറ്റില്ല. പക്ഷേ ഡെഫിനറ്റ്ലി ഇവിടെ ഒരു ചോയ്സിൻ്റെ എനർജി കാണാണ്ട്. ഓക്കെ, ഇതൊരു സോൾമേറ്റ് കണക്ഷനാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്രയും ഒരു സ്ട്രോങ് ആയിട്ടൊരു പാഷൻ ഫീൽ ചെയ്യണത് ഈ പേഴ്സണിന് വേണ്ടിയിട്ട്. ഇവിടെ ഈ പേഴ്സൻ്റെ എനർജിയിൽ 6 ഓഫ് വാൻഡ്സ് ആണ്. ഈ പേഴ്സൺ ആക്ച്വലി കുറേ പോപ്പുലർ ടൈപ്പ് ഓഫ് പേഴ്സണാണ്. അവർക്ക് കുറേ ഫ്രണ്ട്സൊക്കെ ഉണ്ട്. വേറെ ആൾക്കാരും അവരുടെ ലൈഫിൽ ഞാൻ കാണുന്നുണ്ട്. ക്വീൻ ഓഫ് വാൻഡ്സ്, 7 ഓഫ് വാൻഡ്സ്. കുറേ ബ്ലോക്ക്ഡ് ആയിട്ടാണ് അവർ ഫീൽ ചെയ്യണത്. ഇപ്പോൾ അവർക്ക് നിങ്ങളുടെ ലൈഫിൽ തിരിച്ചു വരുമ്പോൾ അവർക്ക് മുമ്പോട്ട് പോകണം എന്നുണ്ട്. പക്ഷേ ഇവിടെ ചില ബ്ലോക്സ് ഉണ്ട് അവരുടെ മനസ്സിൽ. അതല്ല വെച്ചാൽ അവരുടെ ലൈഫിൽ ചില ബ്ലോക്സ് ഉണ്ട്, അവർക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല. നിങ്ങളുടെ ഇൻറ്റൻഷൻ ഇവിടെ 9 ഓഫ് വാൻഡ്സ് ആണ്. അപ്പോൾ നിങ്ങൾ ആക്ച്വലി കുറേ കെയർഫുള്ളി ആണ് ഒരു ഡിസിഷൻ എടുക്കാൻ പോണത്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാം ഈ സിറ്റുവേഷനിൽ കുറച്ചൊരു കോംപ്ലിക്കേഷൻ ഉണ്ടെന്ന്. സൂക്ഷിച്ചിട്ടാണ് നിങ്ങളൊരു തീരുമാനം എടുക്കാൻ പോണത്. ഫുൾ എനർജി ഒരു കമ്മിറ്റ്മെൻറ്റ് ഇല്ലാത്ത എനർജിയാണ്. 3 ഓഫ് പെൻറ്റക്കിൾസ്. അപ്പം നിങ്ങൾ ആക്ച്വലി ഈ സിറ്റുവേഷനിൽ നിങ്ങൾക്കറിയാം ഇവിടെ ഒരു ഫ്യൂച്ചർ ഇല്ലാന്ന്. പക്ഷേ അതുണ്ടായിട്ടും നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിനെ എവിടെയാണ് ഇത് പോകണേ ഫ്യൂച്ചറിലെന്ന് നോക്കണം എന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ റിലേഷൻഷിപ്പിനെ മുമ്പോട്ട് കൊണ്ടുപോകണം എന്നുണ്ട് നിങ്ങൾക്ക്. ഈ പേഴ്സൻ്റെ ഇൻറ്റൻഷനിൽ ഞാൻ കാണുന്നത് അവരെന്തോ ഒരു റിലേഷൻഷിപ്പ് എൻഡ് ചെയ്തിട്ട് അവർക്ക് നിങ്ങളുടെ അടുത്ത് വരണം എന്ന്, അങ്ങനത്തെ ഒരു എനർജി ഇവിടെ കാണാണ്ട്. അതല്ല വെച്ചാൽ ഈ റിലേഷൻഷിപ്പ് മുമ്പേ നിങ്ങൾ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്നു വെച്ചാൽ അവർക്ക് ഇവിടെ ഒരു റിന്യൂവൽ വേണം. അപ്പോൾ ഒരു പുതിയ ബിഗിനിങ്ങിൻ്റെ എനർജി കാണുന്നുണ്ട് അവരുടെ ഇൻറ്റൻഷനിൽ. 4 ഓഫ് പെൻറ്റക്കിൾസ് ആൻഡ് 8 ഓഫ് പെൻറ്റക്കിൾസ്. അപ്പോൾ അവർക്കും ഈ സിറ്റുവേഷനിൽ എഫേർട്ട് ഇടണം എന്നുണ്ട്. ഈ റിലേഷൻഷിപ്പിനെ ആദ്യം റിന്യൂ ചെയ്യണം എന്നുണ്ട്. നിങ്ങളുടെ ആക്ഷൻ 7 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. പക്ഷേ നിങ്ങളൊന്നും ആക്ഷൻ എടുക്കാൻ പോകുന്നില്ല തൽക്കാലം. നിങ്ങൾ ആക്ച്വലി വെയിറ്റ് ആണ് ചെയ്യാൻ പോണത്. എന്നുവെച്ചാൽ ഈ പേഴ്സൻ്റെ മറ്റേ ഇവരുടെ സൈഡിലാണ് തേർഡ് പാർട്ടി വെച്ചാൽ അവർ ആ തേർഡ് പാർട്ടീനെ വിട്ടിട്ട് വേണം നിങ്ങളുടെ അടുത്ത് വരിക. അതുവരെ നിങ്ങൾ ഒരു ആക്ഷനും എടുക്കാൻ പോകുന്നില്ല. നിങ്ങളുടെ സൈഡിലാണ് തേർഡ് പാർട്ടി വെച്ചാൽ നിങ്ങൾ ആ പേഴ്സണെ വിട്ടിട്ട് അത് കഴിഞ്ഞിട്ട് മതി ഈ റിലേഷൻഷിപ്പിൽ മുമ്പോട്ട് പോകാമെന്നായിരിക്കും നിങ്ങളുടെ തീരുമാനം. അപ്പോൾ നിങ്ങൾ വെയിറ്റ് ചെയ്യണു. ഓക്കെ, നിങ്ങൾ അങ്ങനെ ഒരു ആക്ഷൻ എടുക്കണില്ല.
ഇവിടെ 5 wands ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി കോൺഫ്ലിക്റ്റ് ഉണ്ട്, തേർഡ് പാർട്ടി ഉണ്ട്. വീൽ ഓഫ് ഫോർച്യൂൺ. അപ്പോൾ നിങ്ങൾക്ക് ഈ സിറ്റുവേഷനിൽ ശരിയായ സമയം ആയിട്ടില്ല എന്നൊരു ഫീലിംഗ് ഉണ്ടാവും. അപ്പോൾ ആ ശരിയായ സമയം ആവുമ്പോൾ ആ മറ്റേ റിലേഷൻഷിപ്പിനെ വിട്ടിട്ടാണ് നിങ്ങൾ മുമ്പോട്ട് പോകാൻ പ്രിഫർ ചെയ്യുക. ഈ പേഴ്സൻ്റെ ആക്ഷനിലെ ഏസ് ഓഫ് സോർഡ്സ്. ഈ പേഴ്സൺ ഒരു പുതിയ ബിഗിനിങ് കൊണ്ടുവരുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ. ഇവിടെ ഞാനൊരു സ്റ്റാഗ്നൻറ്റ് എനർജീന്ന് പുറത്തു വരണ എനർജി കാണാണ്ട്. അപ്പോൾ ഒരു സഡൻ ഡിസിഷൻ ആയിരിക്കും അവർ എടുക്കുന്നുണ്ടാവുക. അതല്ല വെച്ചാൽ നിങ്ങൾക്കൊരു മെസ്സേജ് അയക്കുന്നുണ്ടാവും. ഒരു സഡൻ മെസ്സേജ് ആയിരിക്കാം, ഒരു സഡൻ ഡിസിഷൻ ആയിരിക്കാം അവരുടെ സൈഡിൽ നിന്ന്. എന്താണ് ഈ ഏസ് ഓഫ് സോർഡ്സ്? 3 of wands ഉണ്ട് ഇവിടെ. നൈറ്റ് ഓഫ് പെൻറ്റിക്കിൾസ് ഉണ്ട്. അപ്പോൾ ഞാൻ കാണുന്നത് അവർ ഇതുവരെ വെയിറ്റാണ് ചെയ്യുന്നുണ്ടായിരുന്നത് ഈ സിറ്റുവേഷനിൽ എന്തെങ്കിലും പ്രോഗ്രസ് ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇപ്പോൾ നിങ്ങളുടെ സൈഡിൽ നിന്ന് ഒരു ആക്ഷൻ ഇല്ലാത്തതുകൊണ്ട് അവർ ചിലപ്പോൾ നിങ്ങളെ മെസ്സേജ് ചെയ്ത് കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ നോക്കും, ഡിസ്കസ് ചെയ്യാൻ നോക്കും നിങ്ങളുടെ ഫ്യൂച്ചറിനെ കുറിച്ച്. ഔട്ട്കം ഇവിടെ ഞാൻ കാണുന്നത് നൈറ്റ് ഓഫ് സോർഡ്സ് ആണ്. അപ്പോൾ ഇതുവരെ സിറ്റുവേഷൻ കുറച്ച് സ്ലോ മൂവിങ് ആയിരുന്നു. പക്ഷേ ഇപ്പോൾ ഓഗസ്റ്റ് മാസത്തിൽ കാര്യങ്ങൾ പിക്കപ്പ് ആവും നിങ്ങളുടെ ലൈഫിൽ. ഈ സിറ്റുവേഷനിൽ എസ്പെഷ്യലി കാര്യങ്ങൾ മുമ്പോട്ട് പോകാൻ തുടങ്ങും. പക്ഷേ ഇവിടെ ചില നെഗറ്റീവ് എനർജീസും ഉണ്ട്. ഈ നെഗറ്റീവ് എനർജീസ് ഹിഡൻ ഫാക്ടേഴ്സാണ്, ഹിഡൻ എനിമീസാണ്. അപ്പോൾ നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് ഇവിടെ ഒരു വേറെ പേഴ്സൺ നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിനെ സാബോട്ടാജ് ചെയ്യാൻ നോക്കുന്നുണ്ടാവും. സൺ. പക്ഷെ അതൊക്കെ ക്ലാരിറ്റിയിൽ വരും, പറഞ്ഞാൽ അതൊക്കെ എക്സ്പോസ് ആവും. മെജിഷ്യൻ ഉണ്ട് ഇവിടെ, വേൾഡ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഡെഫിനറ്റ്ലി ഒരു പുതിയ ബിഗിനിങ് ഞാൻ കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക്. പക്ഷേ ഇതിൽ ചില കോംപ്ലിക്കേഷൻസ് ഉണ്ട്. അത് നിങ്ങൾ രണ്ടാളും ഡിസ്കസ് ചെയ്യാൻ പോകുന്നുണ്ട് ഈ മാസം. അതിലെന്തെങ്കിലും ഒരു പുതിയ ബിഗിനിങ്ങും ഉണ്ടാവും. പക്ഷേ ഇതൊരു ഇമ്പോർട്ടൻറ്റ് മന്താണ് നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട്. ഇതെങ്ങനെയാണ് പ്രോഗ്രസ് ചെയ്യാൻ പോണതെന്ന് അത് എല്ലാവർക്കും ഇൻഡിവിജ്വലി വേറെ മാതിരിയായിരിക്കും. അപ്പോൾ അതൊരു ജനറൽ റീഡിങ്ങിൽ പറയാൻ കുറച്ചൊരു പോസിബിൾ അല്ല അത് ആക്ച്വലി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങളൊരു പേഴ്സണൽ റീഡിങ് എടുക്കുക. എന്ന് വെച്ചാൽ എല്ലാവർക്കും ഔട്ട്കം വേറെ ആയിരിക്കും. അപ്പോൾ എന്താണ് ഇവിടെ മെസ്സേജ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്? പ്ലേഫുൾനെസ് ടു റീക്യാപ്ചർ റൊമാൻസ്, അലൗ യുവർ ഇന്നർ യൂത്ത്ഫുൾ സ്പിരിറ്റ് ഓഫ് ഫൺ ടു ഷൈൻ. അപ്പോൾ ഇവിടെ യൂണിവേഴ്സ് നിങ്ങളോട് കുറച്ചൊരു ലൈറ്റ് ഹാർട്ടഡ് എനർജി വെക്കാനാണ് പറയണത് ഈ മാസം. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ഞാനിവിടെ കാണുന്ന സൈൻസൊക്കെ ലിയോ, കുറേ ഫയർ സൈൻസ് ഉണ്ട്. ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, ടോറസ്, വെർഗോ, കാപ്രിക്കോണും ഉണ്ട്, അക്വേറിയസ് ഉണ്ട്, സ്കോർപ്പിയോ ഉണ്ട്, ജെമിനി ഉണ്ട്, കാപ്രിക്കോൺ ഉണ്ട്. ഓക്കെ, അപ്പോൾ കുറേ സൈൻസ് ഉണ്ട് അങ്ങനെ. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ഐ ഹോപ്പ് ഇത് റെസൊനേറ്റ് ചെയ്തിട്ട് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിങ്സിന് വേണ്ടിയിട്ട് എന്നെ കോൺടാക്റ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. കോൺടാക്റ്റ് ചെയ്യുമ്പോൾ ഞാൻ ഡീറ്റെയിൽസ് അയച്ചു തരും. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിങ് കൊണ്ടുവന്നാൽ. അതുവരെ ടേക്ക് കെയർ, ഓൾ ദ ബെസ്റ്റ്.